ഹായ്, വെൽക്കം ബാക്ക് ടു എൻ്റെ കിച്ചൺ. നോമ്പ് തുടങ്ങിയതുമുള്ള ആദ്യത്തെ ഞായറാഴ്ച ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണിത്. നോമ്പായതുകൊണ്ട് തന്നെയാണ് കേട്ടോ പോസ്റ്റ് ചെയ്യാനും വൈകിയത്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് വീട്ടിൽ ജനസംഖ്യ കൂടുതലുള്ള ദിവസമാണല്ലോ, ആദ്യത്തെ ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്തൊക്കെ പത്തിരിയൊക്കെ കഴിക്കാനായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നാവുമ്പോൾ കുഴയ്ക്കാനും പരത്താനും എല്ലാറ്റിനും ആളുണ്ടല്ലോ. വേറെ കുറച്ച് ചെറിയ ചെറിയ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം പത്തിരി ആയതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് കുറച്ച് നേരത്തെ തന്നെ അടുക്കളയിലോട്ട് കയറിയതാണ്. ഇന്നലെ ജ്യൂസ് മുന്തിരിങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാദ്യം ഒന്ന് കഴുകി വെള്ളം ഡ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രീസറിൽ ചിക്കൻ ഇരിപ്പുണ്ട്, അതും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണിതാ ഞാൻ പത്തിരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. ഇന്നത്തെ കുക്കിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് പത്തിരി തന്നെയാണ്. കുറച്ചധികം സമയം പിടിക്കുമല്ലോ. സമയം മാത്രമല്ല, കുറച്ചധികം സ്ഥലവും കൂടെ വേണ്ട വരും പത്തിരി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ മറ്റെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനിടയിൽ പത്തിരി പരത്താനും ചുടാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യം ഈ ജോലി ഒന്ന് കഴിച്ച് വെക്കാമെന്ന് കരുതി വാട്ടിയെടുത്ത മാവ് അടച്ച് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ രാവിലെ എണീറ്റ് തന്നെ കടല കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പച്ചക്കടല. അപ്പോൾ അത് ഒന്ന് ഉപ്പ് കൂടെ ചേർത്തിട്ട് പ്രഷർ കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തേക്കും പിന്നെ രാവിലെ കഴിക്കാനും കൂടിയിട്ട് ഒരുമിച്ച് ഒരൊറ്റ സൈഡ് ഡിഷ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പത്തിരി ഉണ്ടാക്കുമ്പോഴത്തേക്കും തന്നെ കുറച്ചധികം സമയമാകുമല്ലോ. ഇതിനോടൊപ്പം രാവിലത്തേക്കും വൈകുന്നേരത്തേക്കും വേറെ വേറെ സൈഡ് ഡിഷും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീരെ സമയമില്ലാതാവും. ഇതിപ്പോൾ എളുപ്പമാണ് കേട്ടോ. ഉണ്ടാക്കുന്ന ഐറ്റം കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാൽ 2 നേരം ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ കടലയൊക്കെ ഒന്ന് വേവാനിടുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന മാവ് ഒന്ന് തണുത്ത് കിട്ടിയിട്ടിട്ട് അത് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ചധികം സമയമെടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. മാവൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും ഇതാ നമ്മുടെ അണിയറ പ്രവർത്തകരൊക്കെ എത്തിയിട്ടുണ്ട്. മാവ് ബോൾസ് ആക്കിയിട്ട് നമ്മുടെ പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് തരാമെന്ന് മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ജോലി കഴിയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു 4-5 എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലൊന്ന് ബോൾസ് ആക്കിയിട്ട് പ്രസ് ചെയ്ത് തന്നത് മുഴുവൻ മോളായിരുന്നു. സമയം പോയിക്കൊണ്ടിരിക്കുകയല്ലേ, പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അപ്പുറത്ത് പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന പത്തിരി നൈസായിട്ടൊന്ന് പരത്തി എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ചധികം പത്തിരിപ്പൊടി ഇട്ടാൽ മാത്രമാണ് ഇതുപോലൊന്ന് പരത്തിയെടുക്കാൻ സാധിക്കുള്ളൂ. മക്കൾക്ക് ഇഷ്ടമാണ് മാവ് ഇതുപോലൊന്ന് ബോൾസാക്കി തരാനും പ്രസ് ചെയ്ത് തരാനും ഒക്കെ. എന്നാൽ പത്തിരി പരത്തിയെടുക്കാനായിട്ട് ആരും തന്നെ വരാറില്ല കേട്ടോ. എന്നും ഞാൻ തന്നെയാണ് ഇവിടെ പരത്താറുള്ളത്. ഏകദേശം ഒരു 10 ആയതിനു ശേഷം ചുട്ടെടുക്കാമെന്ന് കരുതിയിട്ടാണ്. സാധാരണ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഇത്ര എളുപ്പത്തിലൊന്നും ജോലി കഴിയാറില്ല, പ്രത്യേകിച്ച് പത്തിരി ആവുമ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10-12 പത്തിരി പരത്തിയെടുക്കുമ്പോഴത്തേക്കും പത്തിരി ചുടാനുള്ള ആള് റെഡിയായി എത്തിയിട്ടുണ്ട്. ഇന്ന് 3 പേരും ഒരേ സമയത്ത് ഒരുമിച്ച് നിന്ന് ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരൊറ്റ ഫ്രെയിമിൽ നിങ്ങൾക്ക് 3 പേരുടെ ജോലികളും ചെറുതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവും. അങ്ങനെ പത്തിരിയൊക്കെ നമ്മൾ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പത്തിരി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടുക്കള അലങ്കോലമായി കഴിഞ്ഞു. ഞാനതൊക്കെ ഒന്ന് ചെറുതായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. ഇന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കറിയും ഇന്ന് വൈകുന്നേരം പത്തിരിയോടൊപ്പം കഴിക്കാനും നാളെ രാവിലെ ചോറിനൊപ്പം കഴിക്കാനും കൂടി ഒരുമിച്ച് ഉണ്ടാക്കുകയാണ്. എന്നും ഞാൻ രാവിലെ തന്നെ അടിച്ചൊക്കെ വാരി എടുക്കാറുണ്ട് കേട്ടോ. ഇന്ന് പത്തിരി ആയതുകൊണ്ട് തന്നെ ശരി പത്തിരിയുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടിച്ചു വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പത്തിരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്കും സമയം 4:30 ആയിട്ടുണ്ടായിരുന്നു. വൈകിയത് കൊണ്ട് പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ കുക്കറിൽ ചിക്കൻ കറി വെക്കുന്നത്. സാധാരണ ഞാൻ കുക്കറിൽ ചിക്കൻ കറി വെക്കാറില്ല. ഏതായാലും ഇനി ബാക്കിയുള്ള ജോലികളെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് സമയമാവുമല്ലോ. അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പതിവ് പോലെ ഇന്ന് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയതാണ്. ചിക്കൻ
അവിടെ ഇരുന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നോട്ടെ. അതുമ്പോഴത്തേക്ക് ഇതാ നമുക്കൊന്ന് ജ്യൂസ് അടിച്ച് വെക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്ത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങും ചിക്കനും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വീണ്ടും ഒരു 5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. അതുമ്പോഴത്തേക്കും നമ്മുടെ പേരയ്ക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് അരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ ചമ്മന്തി ഉണ്ടാക്കാണ്. കഞ്ഞിയുടെ ഒപ്പം കഴിക്കാനായിട്ട് തേങ്ങ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കുക്കറിൽ വിസിൽ വരാനായിട്ടുണ്ട് കേട്ടോ. ഒരൊറ്റ വിസിൽ അടുപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. മോള് ഇഞ്ചിയും പച്ചമുളകും വലിയുള്ളിയും കറിവേപ്പിലയും എല്ലാം അരിഞ്ഞു തന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് അല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെള്ളം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കടലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് നാളികേരം ചിരുവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കടല ചുണ്ടലും റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ചുണ്ടൽ റെഡി ആകുമ്പോഴത്തേക്കും തന്നെ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിസ്കരിക്കാനും നോമ്പ് തുറക്കാനും ഒക്കെ പോയതുകൊണ്ട് ചെറിയൊരു അമളി പറ്റിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി കുക്കറിൽ ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിതാ ഒരു ഉരുളിയിലോട്ട് മാറ്റിയിട്ടാണ് കേട്ടോ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അരപ്പും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് കറിയുടെ കൺസിസ്റ്റൻസിയിലാക്കിയതിന് ശേഷം അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ ചോറ് വെക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചത് കൊണ്ട് അരിയും കഴുകി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോറ് അവിടെ ഇരുന്ന് വെന്തോട്ടെ. നമ്മുടെ ചിക്കൻ കറി തിളച്ചിട്ടുണ്ട് കേട്ടോ. തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം. കഴിക്കാനൊന്ന് നമ്മൾ ഉണ്ടാക്കിയ ചമ്മന്തിയും ചുണ്ടലും പിന്നെ കഞ്ഞിയും തന്നെയാണ്. ഫ്രൂട്ട്സും ജ്യൂസും ഇതെല്ലാം കൂടെ ഒരുമിച്ച് സെറ്റ് ചെയ്ത് വീഡിയോ എടുക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് കഴിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ. പത്തിരി ചുട്ടതിരിക്കുന്നുണ്ടല്ലോ, പെട്ടെന്നൊരു സ്നാക്ക് തട്ടിക്കൂട്ടാന്ന് കരുതി 10 പത്തിരി ഇതുപോലൊന്ന് പിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം നാളികേരം ചിരുവേതും കുറച്ച് പഞ്ചസാരയും നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുത്തിട്ട് പത്തിരി കുതിരാനായിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇതുപോലെ തേങ്ങാപ്പാലിൽ കുതിർത്ത പത്തിരി കഴിക്കാനായിട്ട്. ഇടയ്ക്ക് പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതുപോലെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇപ്പം അവർ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്ന് നേരത്തെ അടുക്കളയിൽ കയറിയതാണെങ്കിലും ഓരോന്ന് ചെയ്തു വരുമ്പോഴത്തേക്കും കുറച്ചധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് അടുക്കളയിൽ കയറിയിട്ട് രാത്രിയിലാണ് ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്, ചോറും ഊറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ജോലികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പോയി നിസ്കാരവും ഓതലൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ടാണ് നമ്മൾ തേങ്ങാപ്പാലിൽ കുതിർത്ത് വെച്ചിട്ടുള്ള പത്തിരി കഴിക്കുന്നത്. കുക്ക് ചെയ്യുന്നതിനൊപ്പം വീഡിയോയും ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് എന്തായാലും കുറച്ചധികം സമയം പിടിക്കും. നോമ്പായതുകൊണ്ട് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും എല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ്. തീരെ സമയമില്ലാത്ത പോലെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനും കുറച്ചധികം വൈകിയത്. നമ്മൾ വാഷ് ചെയ്ത് വെള്ളം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ 3 സിപ്ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ പത്തിരിയും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.